ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഇതൊക്കെ ഭക്തചരിത്രത്തിലുള്ള കഥകളാണ് എന്നാണ്. പണ്ഡർപൂർ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു നാമദേവൻ എന്നാണ്. നാമദേവൻ അത്രയും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. അപ്പോൾ ഏകാദശി നിഷ്ഠ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ്. അദ്ദേഹത്തിനെ പരീക്ഷിക്കാനായിട്ട്, ഏകാദശി ദിവസം അദ്ദേഹത്തിനെ പരീക്ഷിക്കാനായിട്ട് പണ്ഡർപൂർ ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബ്രാഹ്മണ ദേവതയാണ്, ബ്രാഹ്മണനാണ് ഞാൻ. അങ്ങ് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, അങ്ങ് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പറയാണ്. അപ്പോൾ നാമദേവൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം തരാൻ തയ്യാറില്ല അങ്ങയ്ക്ക്, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയ്ക്ക് ഭക്ഷണം തരില്ല എന്ന് പറയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാനിതാ വിശന്ന് തളർന്ന് ഞാൻ മരിക്കാറായി, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ, എന്തെങ്കിലും, അതായത് ധാന്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ അങ്ങ് എനിക്ക് ഉണ്ടാക്കി തരുമോ പറയാണ്. ഞാൻ തരാൻ തയ്യാറില്ല നാമദേവൻ പറയാണ്. അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ അവിടെ വന്നു. അവർ പറഞ്ഞു, ഇദ്ദേഹം ഇപ്പം വിശന്ന് കുഴഞ്ഞു വീഴും. അദ്ദേഹം ഏകാദശി ദിവസം ഒരു ബ്രാഹ്മണൻ കയറി വന്നിട്ട് ആ ബ്രാഹ്മണനൊന്നും കൊടുക്കാതെ ആ ബ്രാഹ്മണൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയൊരു തെറ്റല്ലേ ചെയ്യണത്, അങ്ങ് വൈഷ്ണവ അപരാധമല്ലേ അങ്ങ് ചെയ്യണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറില്ല, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറില്ല, ഏകാദശി ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചു, കുട്ടികളൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കുമല്ലേ, അദ്ദേഹത്തിൻ്റെ കഥ കഴിയും. അയ്യോ, ഞാൻ ശ്വാസം മുട്ടിയിട്ട് ഞാനിതാ തളർന്നു പോകണു, ഞാൻ മരിച്ചു പോവേ എന്ന് പറയുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അദ്ദേഹം മരിച്ചാൽ എന്താ ചെയ്യുക? അദ്ദേഹം മരിക്കട്ടെ, ഏകാദശി ദിവസം ഉപവാസം എടുത്തിട്ട് ശരീരം ഉപേക്ഷിച്ചാൽ വൈകുണ്ഠലോകത്തിലെത്തും അദ്ദേഹം, അതും സന്തോഷമാണ്. ഇവിടെ ആരും ഒന്നും കഴിക്കില്ല, ഉപവാസമാണ്, അദ്ദേഹത്തിനൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കില്ല എന്ന് പറയാണ്. എന്തിനു പറയണോ? ആ ബ്രാഹ്മണൻ അവിടെ കിടന്ന് പെടഞ്ഞ് മരിച്ചു. വിശന്ന് തളർന്ന ആ ബ്രാഹ്മണൻ മരിച്ചു. അപ്പോൾ നാമദേവൻ്റെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലുള്ളവർക്ക് വല്ലാത്ത ദുഃഖമായി. നാമദേവൻ പറഞ്ഞു, ദുഃഖിക്കേണ്ട കാര്യമില്ല, മരിച്ചില്ലേ, അതേ വൈകുണ്ഠത്തിൽ പോവും. അദ്ദേഹത്തിൻ്റെ ഒരു ചെതയൊക്കെ തീർത്തു. എന്നിട്ട് പറയാണ്, ഏതായാലും അദ്ദേഹം ഇപ്പോൾ ചെതയിൽ വെക്കല്ലേ, നമ്മളും കൂടി ചെതയിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണൻ്റെ ശരീരത്ത് ചെതയിൽ വെച്ച് ഈ നാമദേവൻ ആ ചെതയിൽ സ്വയം കയറിയിരുന്നു. തൻ്റെ പത്നിയെ, തൻ്റെ കുട്ടികളെ, ഗൃഹത്തിലുള്ളവരൊക്കെ ആ ചെതയിലിരുത്തി. ചെതയ്ക്ക് അഗ്നി കൊളുത്തിയിട്ട് അതിങ്ങനെ കുറേശ്ശെ ചൂടായി തുടങ്ങുന്ന സമയത്ത് അവിടെ മരിച്ചു കിടക്കുന്ന ബ്രാഹ്മണൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. വാസ്തവത്തിൽ ആരാണത്? പണ്ഡർപൂർ ഭഗവാൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഇവിടെ വന്നത്. ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനെ ഏകാദശി നിഷ്ഠ പരീക്ഷിക്കാൻ വന്നതാണ് എന്നാണ്. ഇങ്ങനെ തീ കത്തുന്നതിൻ്റെ ഇടയ്ക്ക് നാമദേവനെയും അദ്ദേഹത്തിൻ്റെ ആ ചെതയിലിരിക്കുന്ന എല്ലാവരെയും വലിച്ചു പുറത്തേക്കിട്ടു ഭഗവാൻ. നാമദേവനും അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഭഗവാൻ നാമദേവനെ ആലിംഗനം ചെയ്തുകൊണ്ട്, കണ്ണീരോടുകൂടി ആലിംഗനം ചെയ്തുകൊണ്ട്, ഞാൻ അങ്ങയോട് സന്തോഷിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ എത്ര കണ്ട് ഭക്തി, എത്ര കണ്ട് നിഷ്ഠ വേണം ജീവിതത്തിൽ. ഒന്നുമില്ലാതെ ഭഗവാൻ സ്വാധീനമായിട്ട് മാറില്ല. ജീവിതത്തിൽ നിഷ്ഠകൾ വേണം. ഏകാദശി എന്നുള്ള നിഷ്ഠ വേണം, തിരുനാമം ജപിക്കുക എന്നുള്ള നിഷ്ഠ വേണം, ധാമനിഷ്ഠ എന്ന് പറയും. ഭഗവാന്റെ ധാമത്തിൽ താമസിക്കുക എന്നുള്ള നിഷ്ഠ. ഭഗവാന്റെ ധാമം ഏതാണ്? ഭഗവാൻ സാന്നിധ്യത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവൻ ധാമമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക? ഭഗവാന്റെ ദിവ്യമായ തിരുനാമങ്ങളും കഥകളും എവിടെയാണോ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ധാമമാണ്. അപ്പോൾ അവനവൻ്റെ ഹൃദയം ആദ്യം ഒരു ധാമമാക്കിയിട്ട് മാറ്റുക.
ആ അങ്ങനെ ഹൃദയം ആ ഭഗവാന്റെ ധാമമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവന് ഇരിക്കുന്ന സ്ഥലം ധാമമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും എന്നാണ്. അതിന് എത്രയോ ഭക്തന്മാരിങ്ങനെ അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വൃന്ദാവനത്തിൻ്റെ മഹിമ സ്വയം കണ്ടറിഞ്ഞ് അതിനെക്കുറിച്ച് ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ആചാര്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. വൃന്ദാവനത്തിൽ എന്തൊക്കെയാണുള്ളത് അത് അതേപോലെ നേരിട്ടവർക്ക് മനസ്സിൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിച്ചിരുന്നു. ഭക്തി കൊണ്ട് എന്തും സാധിക്കും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാനോടുള്ള ഭക്തി പൂർണ്ണമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.